കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. ദേശീയപാത അതോറിറ്റിയുടെ ഉടൻ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കെതിരെ കർശന നടപടിയെടുക്കാനും തീരുമാനമുണ്ടായി. അരുൺ പാറയ്ക്കൽ വീരമലക്കുന്നിൽ നിന്നും തത്സമയം ചേരുകയാണ്. അരുൺ, അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ ഞാൻ നിൽക്കുന്ന വീരമലക്കുന്നിലാണ്. വീരമലക്കുന്നിൽ ഇതുവരെയും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒരു റിപ്പോർട്ട്, അതായത് NHAയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ, സുരക്ഷാ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ നീലേശ്വരം കോട്ടപ്പുറം വഴിയും ചീമേനി വഴിയുമാണ് ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. മറ്റുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇരുഭാഗത്തും, അതായത് ഈ വീരമലക്കുന്നിൻ്റെ രണ്ട് ഭാഗത്തും അവിടെ ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. അതിൽ ചരക്കുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. ഡ്രൈവർമാരൊക്കെ നമ്മളെ വിളിച്ച് സങ്കടം പറയുന്നുണ്ട്. പക്ഷേ ജില്ലാ കലക്ടർ ഇതുവരെയും വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഒപ്പം SKN എടുത്തു പറയേണ്ടത്, ഉന്നതതല യോഗം ചേരാൻ ഇപ്പോൾ നിലവിൽ തീരുമാനമായിട്ടുണ്ട്. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രൻ്റെയും നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക. അത് ഉടൻ തന്നെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. NHA ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാനാണ് NHAയോട് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മേഘ കമ്പനിക്കെതിരെ കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. 7 JCBകൾ ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത്. അത് വലിയ തോതിൽ മണ്ണുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ വലിയ ക്വാണ്ടിറ്റി മണ്ണ് ഈ റോഡിലേക്ക് വീണുണ്ട്. പാറകളും മരങ്ങളും ഒക്കെ വീണുണ്ട്. അത് നീക്കം ചെയ്യുക എന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 7 JCBകളാണ് നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തായാലും മണ്ണ് നീക്കം ചെയ്ത ഒരു സുരക്ഷാ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഉന്നതതല യോഗം ഉടൻ തന്നെ ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം കർശന നടപടിയിലേക്ക് കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. NDRFിൻ്റെ 15-അംഗ ടീം ഇപ്പോൾ ഇവിടെ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കുന്നിടിച്ച റോഡ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ മലയിടിച്ചിൽ ഉണ്ടാകുമെന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളും ആദ്യം കേൾക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കട്ടെ. നമുക്കിനി അതിനകത്തുള്ളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ.